അപ്പൊ നമ്മൾ ജെമിനി എടുത്ത് പറയേണ്ട ഒരു കാര്യം, ടെക്നിക്കലി അറിയാവുന്ന കൊണ്ടുള്ള ഒരു ഗുണം എന്താന്ന് ചോദിച്ചാൽ പ്രോംപ്റ്റ് ആണ് നിങ്ങൾ കാണുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് അതിന്റെ UI എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഫ്രെയിംവർക്കുകളാണ്. അത് ഭയങ്കര റെസ്പോൺസീവ് ആണ്. നമ്മളൊരു വേറൊരു AI മോഡലിന് കൊടുക്കുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ കോഡ് ജനറേറ്റ് ചെയ്തിട്ട് പ്രിവ്യൂ ഉണ്ടാക്കാൻ നേരത്തായിരിക്കും ഈ പ്രശ്നം ഉണ്ടാവുന്നത്. പുറത്തുള്ള ആരെങ്കിലും നോക്കി കഴിയുമ്പോൾ അവർക്കൊരു കാര്യം എന്താണെന്ന് പിടിയിട്ടില്ല. പക്ഷെ ആ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. അപ്പൊ ശ്രീജിത്ത്, കഴിഞ്ഞ എപ്പിസോഡിലും നമ്മൾ ഈ ആപ്പിനെ പറ്റി സംസാരിച്ചെങ്കിലും എങ്ങനെയാണ് ഈ ആപ്പ് ഉണ്ടാക്കുക എന്നുള്ളതിലേക്ക് നിങ്ങൾ ഇനി എത്തിയിട്ടില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു സ്കെലിട്ടൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ ഇനി അങ്ങോട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അല്ലെ? തീർച്ചയായിട്ടും. നമ്മൾക്ക് ഇപ്രാവശ്യം നമ്മൾ ആപ്പിന്റെ UI ആണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ആപ്പിന്റെ UI ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ റീകൺഫേം ചെയ്ത് കൊടുക്കും. ഇതൊക്കെയാണ് എനിക്ക് വേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, കണ്ടോ, എനിക്ക് ബിഫോർ വി ഗോ നമുക്ക് ഇതാണ് ചെയ്യേണ്ടത്. ഹെഡർ വേണം, ഫൂട്ടർ വേണം, 80% ഇത് നമ്മൾ ജെമിനിയിലാണ് പറയുന്നത്. ജെമിനിയിൽ പറഞ്ഞു കൊടുത്തു. ജെമിനി എന്നിട്ട് നമ്മൾ പറയും. അപ്പൊ ജെമിനി നമ്മൾ ചോദിക്കും, ഓക്കെ ഷാൽ വി ക്രിയേറ്റ് പ്രോംപ്റ്റ് ഓഫ് ഗ്ലോബൽ ലേഔട്ട് കമ്പോണന്റ് എന്ന് ചോദിക്കും. ഓക്കെ, എനിക്കെല്ലാം മനസ്സിലായി, ഞാൻ റെഡിയാണ് ആപ്പ് ബിൽഡ് ചെയ്യാൻ. ഓക്കെ, ആദ്യത്തെ ഫസ്റ്റ് പ്രോംപ്റ്റ് തരട്ടോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ എസ് പറയാം. ആ പ്രോംപ്റ്റ് ആണ് നിങ്ങൾ കാണുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ക്രിയേറ്റ് ലേഔട്ട് കമ്പോണന്റ്, ഇതെല്ലാം കുറെ ഏറെ ടെക്നിക്കലാണ്. പക്ഷെ ഇതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ കോപ്പി ചെയ്ത് മറ്റേ ഗൂഗിൾ AI സ്റ്റുഡിയോയുടെ പ്രോംപ്റ്റിന്റെ അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കി പരിപാടി അവിടെ നടന്നോളും. പക്ഷെ ടെക്നിക്കലി അറിയാവുന്ന കൊണ്ടുള്ള ഒരു ഗുണം എന്താന്ന് ചോദിച്ചാൽ, ഇപ്പൊ ചിലപ്പോ നമ്മുടെ ജെമിനി നമുക്ക് തരുന്ന ഇതില് ചിലപ്പോൾ അത് ജാവാസ്ക്രിപ്റ്റ് ആയിരിക്കും. പക്ഷേ നമ്മുടെ റിയാക്ട് വർക്ക് ചെയ്യുന്നത് ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ലാംഗ്വേജിലാണ്. അപ്പോൾ അത് അറിയാമെങ്കിൽ നമുക്ക്, ഇത് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ AI സ്റ്റുഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ജാവാസ്ക്രിപ്റ്റ് അല്ല, ഇത് ടൈപ്പ് സ്ക്രിപ്റ്റ് ആണെന്ന് മാറ്റിക്കോളും. പക്ഷെ സ്ഥിരമായിട്ട് നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ അവന് ചിലപ്പോൾ ഹാലൂസിനേഷൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. രണ്ടും AI ആണല്ലോ അപ്പുറത്തും ഇപ്പുറത്തും. അപ്പോൾ നമ്മൾ ഇതൊന്ന് തിരുത്തി കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പൊ നമ്മൾ പറയുന്നു, ഇത് ചെയ്യുന്നത് ടൈപ്പ് സ്ക്രിപ്റ്റിലാണ്, ഇത് ജാവാസ്ക്രിപ്റ്റിലല്ല. റിയാക്ട് എന്ന് പറയുന്ന ഒരു ഫ്രെയിംവർക്കിലാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ 2-3 തരത്തിലുള്ള ഫ്രെയിംവർക്ക്സ് ഉണ്ട്. ഒന്ന് ഫ്രണ്ട് എൻഡ് ഫ്രെയിംവർക്ക് എന്നാണ് പറയാം. അത് നമ്മുടെ ആംഗുലർ എന്ന് പറയുന്ന ഫ്രെയിംവർക്ക് ഉണ്ട്, റിയാക്ട് എന്ന് പറഞ്ഞ ഫ്രെയിംവർക്ക് ഉണ്ട്, പിന്നെ വ്യൂ എന്ന് പറഞ്ഞ ഫ്രെയിംവർക്ക് ഉണ്ട്, നെക്സ്റ്റ് JS എന്ന് പറഞ്ഞ ഫ്രെയിംവർക്ക് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഓരോ ടൈപ്പ് ഓഫ് എങ്ങനെയാണ് നമ്മളുടെ ഫ്രണ്ട് എൻഡ്, അതായത് അതിന്റെ UI എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഫ്രെയിംവർക്കുകളാണ്. അപ്പൊ ഇതിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് റിയാക്ട് എന്ന് പറഞ്ഞ ഫ്രെയിംവർക്കാണ്. ഈ റിയാക്ട് എന്ന് പറഞ്ഞ ഫ്രെയിംവർക്കിലാണ് ഗൂഗിൾ AI സ്റ്റുഡിയോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ബിൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ ഉണ്ട്. അവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പ്രോംപ്റ്റ് അനുസരിച്ചുള്ള കോഡ് അവൻ ജനറേറ്റ് ചെയ്ത് നമുക്ക് തരും. അപ്പൊ ഫസ്റ്റ് നമ്മൾ ആ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാണ്. അവിടെ നമുക്ക് പ്രിവ്യൂ കാണാൻ പറ്റും. അവിടെ തന്നെ നമുക്ക് പ്രിവ്യൂ കാണാൻ പറ്റും. ഓക്കെ, ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സ്കെലിട്ടൺ സാധനമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അപ്രോച്ച് പിടിച്ചതെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ കണ്ടു, AIക്ക് ഇത് മൊത്തമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന് തോന്നിയതുപോലെ ഉള്ള ഒരു UI ആണ് നമുക്ക് തരിക. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പോലെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യാൻ പറ്റുന്ന റിച്ച് ആയിട്ടുള്ള ഒരു UI ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഒരു സ്കെലിട്ടൻ ആണ് ഇവൻ ഇവിടെ ഉണ്ടാക്കി തന്നത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, അതിനൊരു ഹെഡർ പോർഷൻ ഉണ്ട്, അതിനൊരു ബോഡി ഉണ്ട്, അതിന്റെ താഴെ ഒരു ഫൂട്ടറും ഉണ്ട്. ഓക്കെ, ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കാൻ. ഇനി മാത്രമല്ല, ഇത് ഭയങ്കര റെസ്പോൺസീവ് ആണ്. ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മളായിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുമ്പോൾ അവൻ അതിനെ റെസ്പോൺസീവ് ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇപ്പൊ മൊബൈലിലുള്ള വ്യൂവും ഡെസ്ക്ടോപ്പിലുള്ള വ്യൂവും ശരിക്കും ഡിഫറെന്റ് ആണ്. ഓക്കെ, അതപ്പോ ആ കമ്പോണൻസിനെ അവൻ സ്ക്രീൻ അനുസരിച്ച് വലുതാക്കുകയും ചെറുതാക്കുകയും ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളും. സാധാരണ ഈ റെസ്പോൺസീവ്നെസ് ഉള്ള പരിപാടി തന്നെ ഒരു ആപ്പ് ഡെവലപ്മെന്റിൽ ഏറ്റവും സമയം എടുക്കുന്ന ഒരു പരിപാടിയല്ലേ? തീർച്ചയായിട്ടും. ഇതിലത് നമ്മൾ മെനക്കെട്ടിട്ടില്ല. നമ്മൾ മെനക്കെട്ടിട്ടില്ല. ഓക്കെ, അങ്ങനെ ആ സ്കെലിട്ടൺ കിട്ടിക്കഴിയുമ്പോൾ
നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഒരു പോർഷനിലേക്ക് പോകും. എന്താണ് നമുക്ക് അടുത്ത ഡീറ്റെയിൽസ്, ആ പേജിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ജെമിനി നമുക്ക് തന്നത് 8 സ്റ്റെപ്പുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ. അപ്പം ജെമിനി ഇത് നമുക്കൊരു ഒറ്റ ഒരു പ്രോംപ്റ്റ് ആയിട്ടാണ് തന്നത്. അപ്പൊ നമ്മൾ ജെമിനി എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ 8 സ്റ്റെപ്പുള്ള ഒരു പ്രോസസ്സ് നമ്മളൊരു വേറൊരു AI മോഡലിന് കൊടുക്കുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഹാലൂസിനേഷൻ അടിക്കാൻ അല്ലെങ്കിൽ വഴിവിട്ട് പോകാൻ ചാൻസ് ഉണ്ട്, സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ജെമിനിയോട് പറയുന്നു എനിക്കിങ്ങനെ 8 പ്രോസസ്സ് ഒന്നിച്ച് തരണ്ട, എനിക്ക് ഓരോ പ്രോസസ്സായിട്ട് തരും, ഡിവൈഡ് ചെയ്ത് ഓരോ പ്രോസസ്സായിട്ട് തരും. എന്നിട്ട് ഈ ഓരോ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അവിടെ ഫീഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് ഓക്കെ. അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തപ്പം അവിടെ നമുക്ക് AI സ്റ്റുഡിയോ ഒരു എറർ ഉണ്ടാക്കി. അതായത് അവൻ തന്നെയാണ് കോഡ് എഴുതിയത്, അവൻ തന്നെയാണ് എറർ ഉണ്ടാക്കിയത്. ഓക്കെ, AI സ്റ്റുഡിയോ എറർ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു ഞാനിത് ഓട്ടോമാറ്റിക്കായിട്ട് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞു. എറർ ഉണ്ടാക്കിയെന്നും അവിടെ തന്നെ പറഞ്ഞു. എനിക്ക് തെറ്റുപറ്റി. തീർച്ചയായിട്ടും ഒരു ഹ്യൂമൻ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഏകദേശം AI ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എനിക്കൊരു തെറ്റ് പറ്റി. പക്ഷെ തെറ്റ് പറ്റുന്ന അവന് റിയലൈസ് ആയി, അത് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് അവൻ മനസ്സിലായി. അപ്പൊ അതിനെ ഫിക്സ് ചെയ്യാനുള്ള സാധനവും അവൻ തന്നു. കോഡ് ജനറേറ്റ് ചെയ്തിട്ട് പ്രിവ്യൂ ഉണ്ടാക്കാൻ നേരത്തായിരിക്കും ഈ പ്രശ്നം ഉണ്ടാവുന്നത്. കോഡ് ജനറേറ്റ് ചെയ്ത് അവൻ കോഡെല്ലാം എഴുതി നോക്കുമ്പോൾ പ്രിവ്യൂ വർക്ക് ചെയ്യുന്നില്ല, എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ ആ പ്രശ്നം എന്താണെന്ന് അവൻ നോക്കി സോൾവ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സോൾവ് ചെയ്ത് തരും. അവിടെ ഒരു ഓട്ടോ ഫിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണുന്നുണ്ടാവും, അത് നമ്മൾ ഞെക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫിക്സ് ചെയ്ത് തരും. ഓക്കെ, അങ്ങനെ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ 8ാമത്തെ പ്രോംപ്റ്റും നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന UI ഏകദേശം ഇങ്ങനെ ചെയ്യും. സൈഡ് ബാറും കാര്യങ്ങളൊക്കെ വന്നു. കുറച്ചുകൂടി പതുക്കെ കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങോട്ട് പോകുന്നു തീർച്ചയായിട്ടും. അപ്പൊ ഓരോരോ പോർഷനിലും നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കാണാൻ പറ്റും. ഓരോരോ പ്രോംപ്റ്റ് കഴിയുമ്പോഴും നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് അവൻ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. നമുക്ക് ഓരോ പോർഷൻ ആയിട്ട് ഉണ്ടാക്കി നമുക്ക് വരാൻ പറ്റും. അപ്പൊ ഈ ഒരു കേസിൽ 8 പ്രോംപ്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന സാധനം നമുക്കൊരു ബിഗർ സ്ക്രീനിൽ നമുക്ക് സൈഡിൽ എന്തുണ്ട്, സ്റ്റാറ്റസ് ഫിൽറ്റേഴ്സ് ഉണ്ട്, കാറ്റഗറീസ് ഉണ്ട്, ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് പ്രൊഫൈൽ ഉണ്ട്, നമ്മളുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, ടോപ്പ് കോൺട്രിബ്യൂട്ടേഴ്സ് ആരൊക്കെയാണെന്നുണ്ട്, പിന്നെ നമ്മുടെ ഓരോ ഐഡിയയുടെയും ഡീറ്റെയിൽസ് ഉണ്ട്. വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇങ്ങനൊരു UI സാധാരണഗതിയിൽ ഒരു ഫിഗ്മ പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിന്റെ ഡേറ്റ മുഴുവൻ ഈ ഡിസൈനർ കൊടുക്കണം. പക്ഷെ ഇവിടെ AI ആണ് ഉണ്ടാക്കിയത്, ഇതിന്റെ ഡേറ്റ മുഴുവൻ AI തന്നെ ആയിട്ട് തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു. AI ആയിട്ട് തന്നെ എല്ലാം UI പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു. അതിന്റെ അകത്ത് മീനിങ് ആയിട്ടുള്ള ഡേറ്റ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു. അവിടെയും കൺസിഡറബിൾ എമൗണ്ട് ഓഫ് നമ്മുടെ വർക്ക് കുറഞ്ഞു വരും. തീർച്ചയായിട്ടും. കണ്ടന്റ് ജനറേഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ആ കണ്ടന്റ് ഇത് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു സ്റ്റേജ് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഇതിനൊരു UIയുടെ ഡെമോ ഒക്കെ കൊടുക്കുക. അപ്പൊ സാധാരണഗതിയിൽ ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഡിസൈനർമാർ ഉപയോഗിക്കുന്ന ലോറം ഇപ്സം എന്ന് പറഞ്ഞ സാധനം. നമുക്കറിയാൻ മേലാത്ത ഡേറ്റയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ലോറം ഇപ്സം ഇട്ട് കൊടുക്കും. പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോറം ഇപ്സം ഡിസൈനർമാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. പുറത്തുള്ള ആരെങ്കിലും നോക്കി കഴിയുമ്പോൾ അവർക്കൊരു കാര്യം എന്താണെന്ന് പിടിയിട്ടില്ല. പക്ഷെ ആ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. ഇവിടെ ശരിക്കും ആക്ച്വൽ ഡേറ്റയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ കണ്ടോ, എ ന്യൂ ഇന്ററാക്റ്റീവ് പ്രോഡക്റ്റ് ഐഡിയ, എന്താണോ വരേണ്ടത് അത് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഇത് വന്നിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ അത് ലൈക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്, കമന്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് എല്ലാം വന്നിട്ടുണ്ട്. ഇന്ററാക്ഷൻസ് വന്നിട്ടില്ല. ആക്ച്വലി ഇതെല്ലാം സ്കെൽട്ടൺ ആയിട്ടേ ഉള്ളൂ. ഓക്കെ, ഇന്ററാക്ഷൻസ് ഒക്കെയാണ് നമ്മളിനി അടുത്ത ഒരു സ്റ്റേജിൽ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മനസ്സിലായില്ലേ, ഇതും റെസ്പോൺസീവ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കോഡ് ജനറേറ്റർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ കമ്പോണൻസ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കോഡ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഈ AI സ്റ്റുഡിയോക്കകത്ത് നമുക്ക് കോഡ് കാണാൻ പറ്റും. ഇത് ശരിക്കും ടൈപ്പ് സ്ക്രിപ്റ്റിലുള്ള കോഡാണ്. നിങ്ങൾക്ക് ടൈപ്പ് സ്ക്രിപ്റ്റ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ തന്നെ എഡിറ്റ് ചെയ്യാം. അതായത് പ്രിവ്യൂ മാത്രമല്ല കോഡ് കാണിക്കും. ഓക്കെ, അതിന്റെ ഉള്ളിൽ തന്നെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെ എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പ്രോംപ്റ്റ് ചെയ്ത് തന്നെ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ എന്താ കുഴപ്പമെന്ന് ഇത് കണ്ടോ, ഇതിനകത്ത് കോഡ് ചെയ്ത് വന്നപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരു റിയാക്ട് ഇതിന്റെ സ്ട്രക്ചറിലല്ല ഇതിവിടെ വന്നിരിക്കുന്നത്. ഇത് വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ നമ്മളൊരു സ്കെയിലബിൾ ആപ്ലിക്കേഷനാണ് ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിന്റെ ഫോൾഡർ സ്ട്രക്ചർ ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കി വെക്കുന്നത് നന്നായിരിക്കും. ഇപ്പൊ ഫോൾഡർ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ സോഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിനകത്തുണ്ട്, കുറെ കമ്പോണൻസ് പുറത്തുണ്ട്.
ഇത് കണ്ടോ, സോഴ്സ് എന്ന് പറഞ്ഞ സോൾഡറിനകത്ത് കുറെ കമ്പോണൻസ് ഉണ്ട്. കുറെ കമ്പോണൻസ് പുറത്താണ് കിടക്കുന്നത്. അങ്ങനെ വർക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. എല്ലാം വർക്ക് ആവും, പക്ഷെ ഇത് മെയിൻറ്റൈനബിലിറ്റി കുറവായിരിക്കും. സ്കേലബിലിറ്റി കുറവായിരിക്കും. കാരണം നമ്മൾ ഇതിനെ എടുത്തിട്ട് വീണ്ടും ഒരു ഡേറ്റാബേസുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവണം ഈ കമ്പോണന്റ് എന്ന് പറയുന്ന സാധനം എവിടെയാണ് കിടക്കുന്നത്, ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടണം. അപ്പോൾ ഉള്ള പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല. നമ്മളുടെ സ്കേലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇത് ഈ ഒരു പ്രോസസ് ശരിയാവില്ല. നിങ്ങൾ പിന്നെ ഒരു സാധാരണ ഒരു ചെറിയ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത് ഇതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ നമ്മുടെ ഉദ്ദേശം അതല്ല. നമ്മുടെ ഉദ്ദേശം ശരിക്കും സ്കെയിലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ടാക്കാം. സ്ട്രക്ചർ ആയിട്ടുള്ള കോഡ് നമുക്ക് വേണം. അപ്പൊ ഇവിടെ അവൻ ആ തെറ്റാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ സാധനം നിങ്ങൾ AI കൊണ്ട് കറക്റ്റ് ചെയ്യാൻ നോക്കിയാൽ ഇത് വളരെ മെനക്കെട്ടൊരു പരിപാടിയാണ്. ഓക്കെ, ഈ AI കൊണ്ട് നമ്മൾ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കിയായിരുന്നു. കുറെ നമ്മൾ പ്രോംപ്റ്റ് ഇപ്പൊ കൊടുത്തിട്ടുണ്ട് കേട്ടോ, പക്ഷേ ഇത് ശരിയായിട്ടില്ല. അതായത് നിങ്ങൾ പറയണ ഈ ഫയൽ ഇവിടെ വരാൻ പാടില്ല, ഇതിനെ മറ്റേ സോഴ്സിനകത്തേക്ക് മൂവ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഇവൻ എന്നെ കോപ്പി എടുത്തോണ്ട് സോഴ്സിനകത്ത് പിന്നെയും അത് പുലിവാലാവും. ഓക്കെ, അപ്പൊ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നമ്മൾ തൽക്കാലം AI അവിടെ നിർത്തിയിട്ട് നമ്മൾ ഇതിനെല്ലാം ഡ്രാഗ് ചെയ്ത് ഇതിന്റെ അകത്തോട്ട് കറക്റ്റ് ആയിട്ട് ആവശ്യമില്ലാത്ത ഫയലൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നു, ആവശ്യമുള്ള ഫയലെല്ലാം ഡ്രാഗ് ചെയ്ത് ഇതിന്റെ അകത്ത് കറക്റ്റ് ആയിട്ട് ഇടുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നു ഞാൻ ഇതിന്റെ ഫോൾഡർ സ്ട്രക്ചർ മാറ്റിയിട്ടുണ്ട്, നീ ഇതിനെ ഒന്നുകൂടെ കമ്പൈൽ ചെയ്ത് ഇതിനെ എന്താ പറയാ റൺ ചെയ്ത് നോക്ക്, ഇതിന്റെ ഫോൾഡർ സ്ട്രക്ചർ മാറ്റിയിട്ടുണ്ട്, അതിനനുസരിച്ചുള്ള മാറ്റങ്ങളെല്ലാം അതിനാവശ്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നീ ശരിയാക്കി എനിക്ക് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ AI സ്റ്റുഡിയോ എന്ത് ചെയ്യും? മനസ്സിലായി, ഈ സാധനങ്ങളൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്, അങ്ങനെ അവൻ അഡ്ജസ്റ്റ് ചെയ്യും. അതിനനുസരിച്ച് കോഡ്, ഇനി ഭാവിയിലുള്ള കോഡും അതിനനുസരിച്ച് അവൻ എഴുതിക്കോളും. പക്ഷെ ഇപ്പൊ ഇത് ഈ കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഗൂഗിൾ AI സ്റ്റുഡിയോ വെക്കാത്ത സോഴ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഇല്ല. പക്ഷെ റിയാക്ട് ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുമ്പോൾ സോഴ്സ് SRC എന്ന് പറഞ്ഞ ഫോൾഡർ ബൈ ഡിഫോൾട്ട് ആയിട്ട് അവർ പറയുന്നുണ്ട്. അതിന്റെ ഒരു സ്ട്രക്ചർ അവർ പറഞ്ഞിരിക്കുന്നുണ്ട്, ഇങ്ങനെ ഫോൾഡർ സ്ട്രക്ചർ വേണമെന്ന്. ആ സ്ട്രക്ചറിന്റെ അകത്ത് സോഴ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മെയിൻറ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ടും സ്കെയിലബിലിറ്റിക്ക് വേണ്ടിയിട്ടും ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടും അങ്ങനെ പോകുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും നമ്മൾ എടുത്തിട്ട് എപ്പോഴെങ്കിലും ഒരു ഡെവലപ്പറിന് കൊടുക്കുവാണെങ്കിൽ ആ ഡെവലപ്പറിന് ആദ്യം പോയി നോക്കുന്നത് ഇത് സോഴ്സ് ഫോൾഡർ അത് ഇവന് പെട്ടെന്ന് മനസ്സിലാവില്ല ഇത് എന്തുകൊണ്ടാണ് പുറത്തു കിടക്കുന്നത്. ഏകദേശം തുടക്കത്തിൽ തന്നെ ഇത് ഐഡന്റിഫൈ ചെയ്ത് നന്നായി. തീർച്ചയായിട്ടും തുടക്കത്തിൽ തന്നെ ഇത് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ, അതാണ് ഞാൻ പറഞ്ഞത്, അത് AI നമുക്ക് തരുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടെ റീകൺഫേം ചെയ്യണം. ഓക്കെ, കാരണം AIക്ക് തെറ്റ് വരുത്താം. AI അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. ഭാവിയിൽ ഒരു പക്ഷെ പെർഫെക്റ്റ് ആവുമായിരിക്കും, പക്ഷെ ഇപ്പൊ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. അപ്പോ AI തരുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഒന്നുകൂടെ റീകൺഫേം ചെയ്യാം. അതായത് ഇപ്പൊ എനിക്ക് ഡെവലപ്മെന്റ് നോളജ് ഇല്ലെങ്കിൽ പോലും എനിക്ക് ഒരു ഡെവലപ്പർ സുഹൃത്തുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. തീർച്ചയായിട്ടും ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പക്ഷെ നമ്മൾക്ക് നമ്മുടെ ഒരു കേസിൽ നമ്മൾ എന്റർപ്രൈസ് ആപ്ലിക്കേഷൻ സ്കെയിലബിൾ ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കത് വേണം. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ ഫോൾഡർ സ്ട്രക്ചർ ഒക്കെ റെഡിയാക്കി, കണ്ടോ എല്ലാം സെറ്റായി. കാരണം ഇപ്പം അഡീഷണൽ ആയിട്ട് ഫോൾഡേഴ്സ് ഒന്നുമില്ല, നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഓക്കെ ശരി, ഇനി ജെമിനിയുടെ അടുത്ത് പറഞ്ഞു ഇതിന്റെ ഔട്ട്പുട്ട് ഇതാണ് എന്ന് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾക്ക് അത്യാവശ്യം ഔട്ട്പുട്ടൊക്കെ കിട്ടി. നമ്മൾ ഈ ഔട്ട്പുട്ടിനെ എടുത്ത് തിരിച്ച് ജെമിനിയിൽ കൊണ്ടുവന്നിട്ടു. അതായത് ഈ ഔട്ട്പുട്ട് തന്നത് AI സ്റ്റുഡിയോ ആണ്. നമ്മൾ ഇതിന്റെ ഔട്ട്പുട്ടിനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ജെമിനിയിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതെന്തിനാ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് ഏജന്റുകളാണ്. ഈ ഏജന്റിന് മറ്റേ ഏജന്റ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. To make sure both are on the same page. Okay. ഇപ്പൊ ജെമിനിയുടെ അടുത്ത് നമ്മൾ പറഞ്ഞു ഇതാണ് എനിക്ക് AI സ്റ്റുഡിയോ ഉണ്ടാക്കി തന്നത്. ഓക്കെ, സോ ഈ AI സ്റ്റുഡിയോ ഇങ്ങനെ ഉണ്ടാക്കി തന്നതുകൊണ്ടുള്ള അതിന്റെ ഔട്ട്പുട്ട് എന്താണ്? കൊള്ളാം, അത് കണ്ടോ ഇവിടെ ദിസ് എ ഫാന്റാസ്റ്റിക് പ്രോഗ്രസ്. ഓക്കെ, ഇത് നന്നായിട്ടുണ്ട്, ഇതിൽ ഇന്ന കാര്യങ്ങളൊക്കെ വർക്ക് ഔട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ നമുക്ക് ഇംപ്രൂവ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ജെമിനി പറഞ്ഞു തരും. ബിക്കോസ് ഇതാണ് നമ്മൾ ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്തു, ആ പ്രോംപ്റ്റിന്റെ ഔട്ട്പുട്ട് എടുത്തു, ആ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്തെന്ന AI നമ്മൾ ഈ ഔട്ട്പുട്ട് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്തു. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി ഇതാണ് ഉണ്ടായത്, ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണോ അവൻ ഉണ്ടാക്കിയെന്ന റീകൺഫർമേഷൻ ആണ് നമ്മളിവിടെ കൊടുത്തത്. അതിന്റെ കൂടെ കറക്ഷൻസും സജസ്റ്റ് ചെയ്തു തരും. ഓക്കെ, അങ്ങനെ കറക്ഷൻസ് സജസ്റ്റ് ചെയ്തപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ഒരു വയർ ഫ്രെയിം കൊടുത്തായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ. ഓക്കെ, ഈ വയർ ഫ്രെയിം ഇത് ഉണ്ടാക്കിയത് അങ്ങനെയല്ല, ചെറിയ വ്യത്യാസമുണ്ട്.
ഓക്കെ. ഓക്കെ, എവിടെയോ ഒന്ന് ദിശ ചെറുതായിട്ട് മാറുന്നുണ്ട്. കാരണം ഈ സൈഡ് ബാർ നേരെ ഒരൊറ്റ ബാറായിട്ടാണ് കാണുന്നത്. ഒറ്റ ഒരു സാധനത്തിന്റെ ഉള്ളിലാണ് എന്താ എല്ലാം വന്നിരിക്കുന്നത്. റൈറ്റ് സൈഡിലും അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല വരണ്ടേ. നമുക്ക് ശരിക്കും വരേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ വയർ ഫ്രെയിം അനുസരിച്ച് ഇത് രണ്ടും ഓരോ സെക്ഷൻസ്. ഇത് വന്നിട്ടില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു ബിഫോർ മൂവിങ് എനിത്തിങ് ഇത് ഇങ്ങനെയല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താ, ബിഫോർ സ്കെയിലിംഗ് ഇറ്റ് നമ്മൾ ക്ലാരിഫൈ ചെയ്യാൻ പോകുന്നു. എന്താണ് ഇത്, എനിക്ക് ആ വയർ ഫ്രെയിം പോലെ വേണം. ഓക്കെ, നമ്മൾ എന്താണ് കൊടുത്തത് അതുപോലെ തന്നെ എനിക്ക് വേണം എന്ന് നമ്മൾ പറയുന്ന സമയത്ത് അവൻ എന്ത് ചെയ്തു? അത് സെറ്റാക്കി തന്നു. അവന് ആ വയർ ഫ്രെയിം നമ്മൾ ഓൾറെഡി ആ റെഫറൻസ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നീ ആ വയർ ഫ്രെയിം നോക്കൂ. ആ വയർ ഫ്രെയിം നോക്കിയിട്ട് ഇതുപോലെ തന്നെ എനിക്ക് ഉണ്ടാക്കി തരണം എന്ന് പറയുമ്പോൾ അത് അതുപോലെ തന്നെ പുള്ളി അത് AI സ്റ്റുഡിയോ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തന്നു. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും നമ്മളുടെ എന്താ ആക്സെന്റ് കളേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കളേഴ്സ് ഒക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് അവൻ UI ജനറേറ്റ് ചെയ്തേക്കണം. തീർച്ചയായിട്ടും ഒറ്റ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ. എവിടെയൊക്കെ എന്തൊക്കെ കളർ ഉപയോഗിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കേണ്ട കളർ പാലറ്റ് ഇതാണ്. ഓക്കെ, അത് AI തന്നെയാണ് ഡിസൈഡ് ചെയ്തത്. ഇവിടെ റെഡ് വരണം, ഇവിടെ എന്താ യെല്ലോ വരണം, ഇവിടെ അങ്ങനെ മാത്രമല്ല. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു അവതാർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഐക്കണ വന്നേക്കണം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് തിരുത്തണം. ഓക്കെ, ഇവിടെ ഒരു അവതാറും ഇവിടെ ഒരു ഐക്കണുമാണ് വന്നേക്കണം. ഇവിടെ ഐക്കൺ വരണം. പക്ഷെ നമുക്ക് ശരിക്കും അവതാറാണ് വേണ്ടത്. അപ്പൊ നമ്മള് കുറച്ച് അടുത്ത ഒരു പ്രോംപ്റ്റ് കൊടുത്തപ്പോഴത്തേക്കും എന്ത് പറ്റി? അവനവന് അവതാറിന് ഇവിടെ ഐക്കൺ വന്നുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ഈ സ്ഥലത്ത് AI സ്റ്റുഡിയോ ഐക്കൺ ആയിട്ട് മാറ്റി. പക്ഷെ നമുക്ക് വേണ്ടത് അവതാറാണ്. കാരണം അവതാറാണ് കുറച്ചും കൂടെ ഭംഗിയായിട്ട് വരിക. ഓക്കെ, കാരണം ഒരാളുടെ ഇനീഷ്യൽ നമുക്ക് പറയാൻ പറ്റുക, അല്ലെങ്കിൽ ഒരാളുടെ ഇമേജ് വേണമെങ്കിൽ പോലും പിന്നീട് കൊണ്ടുവെക്കാം. ഓക്കെ, നമുക്ക് അയാളുടെ ഇമേജ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് ഇമേജ് കൊണ്ടുവെക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സ്കെയിൽ ചെയ്യണമല്ലോ. ഒരു ഐക്കൺ ആകുമ്പോൾ അത്ര ഒരു അസ്തറ്റിക്കലി പ്ലീസിങ് അല്ല. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞു എനിക്ക് അങ്ങനെ വേണ്ട. ഓക്കെ, എനിക്ക് എന്ത് വേണം? ഇവിടെ എനിക്ക് അവതാർ തന്നെ മതി. പക്ഷെ ഇതിന്റെ അകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ അവതാർ എന്ന് പറയുന്ന സാധനം നമ്മള് ഒരാളുടെ പേരിൽ നിന്നാണ്. അക്ഷയ് എന്ന് പറയുമ്പോൾ അക്ഷയ് ഭട്ട് AB എന്നായിരിക്കും നമ്മൾ അവതാർ ഉണ്ടാക്കുക. പക്ഷെ ഈ അക്ഷയ് ഭട്ടിനെ എവിടെ കാണിച്ചാലും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളറും ആ AB തന്നെ വരണമല്ലോ. ശരിയാ, കറക്റ്റ് ആയിട്ട് സെയിം ആയിട്ട് വരണം. ത്രൂ ഔട്ട് സെയിം ആയിട്ട് വരണം. അക്ഷയ് ഭട്ടിനെ ഈ ആപ്ലിക്കേഷൻ എവിടെ, അപ്പൊ അക്ഷയ് ഭട്ടിന് ഒരു നീല കളറാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ എല്ലായിടത്തും അക്ഷയ് ഭട്ടിന് നീല കളർ തന്നെ ആയിരിക്കണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമുക്ക് ഈ അവതാരണ ഉണ്ടാക്കുന്ന ആ പോർഷൻ സെൻട്രലൈസ്ഡ് ആയിരിക്കണം. ഓക്കെ, അക്ഷയ് ഭട്ട് എന്ന് കേട്ടാൽ ഈ അവതാറാണ് എല്ലായിടത്തും പ്ലേസ് ചെയ്യേണ്ടത് എന്ന് സിസ്റ്റത്തിന് മനസ്സിലാവണം. UI അങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ അതിനാവശ്യമായിട്ടുള്ള കോഡ് കൂടെ നമ്മൾ സിസ്റ്റത്തിന്റെ അടുത്ത് പറയണം. എനിക്ക് എന്ത് വേണം? അക്ഷയ് ഭട്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ അവതാർ ജനറേറ്റ് ചെയ്യുന്ന കോഡ് എനിക്ക് എന്ത് ചെയ്യണം? ഇമെയിൽ അഡ്രസ് വെച്ചിട്ട് യൂണീക്ക് ആയിട്ട് വേണം ജനറേറ്റ് ചെയ്യാൻ. ഓക്കെ, ശരി, അതെല്ലാം ഓരോരുത്തർക്ക് യൂണീക്ക് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ് ആവും. അത് മാത്രമല്ല, ഇതിനൊരു സെൻട്രൽ സ്ഥലത്ത് കൊണ്ടുപോയി സേവ് ചെയ്ത് വെക്കണം. കാരണം എല്ലാ പേജുകളിലും ഈ അവതാർ വരുന്നുണ്ട്. എവിടെയൊക്കെ അവതാർ വേണം അതൊക്കെ ഈ സെൻട്രൽ സ്ഥലത്തേക്ക് ആ ഇമെയിൽ അഡ്രസ് പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ആ അവതാറിനെ അവൻ ജനറേറ്റ് ചെയ്ത് തരണം. കാരണം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഒരാൾക്ക് പല ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് ഒക്കെ ആയിരിക്കും വരിക. ഇപ്പൊ ഇവിടെ കണ്ടോ, ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അലക്സ് ജോൺസൺ എന്ന് പറയുന്ന ആളുടെ ബാക്ക്ഗ്രൗണ്ട് കളർ ലൈറ്റ് ഗ്രീൻ ആണ്. അതേ ബാക്ക്ഗ്രൗണ്ട് കളറാണ് ഇവിടെയും കാണിച്ചേക്കുന്നത്. എവിടെയൊക്കെ അലക്സ് ജോൺസനെ കാണിക്കുന്നുണ്ടോ, ഇപ്പൊ കമന്റിൽ തീർച്ചയായിട്ടും അലക്സ് ജോൺസൺ കാണും. അവിടെയും ഇതേ സാധനം തന്നെ വരണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ, അതായത് ഇതൊരു ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഇത് പ്രോഗ്രാമേഴ്സ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ ആണ്. നമ്മൾക്ക് കോമൺ ആയിട്ടുള്ള സാധനം എല്ലാം നമ്മൾ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ഉണ്ടാക്കി അതിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് ഈ പ്രൊസീജിയറിനെ വിളിക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇതൊന്നും ടെക്നിക്കലി നിങ്ങൾ അറിയണ്ട, ഇംപ്ലിമെന്റേഷൻ അറിയണ്ട. പക്ഷെ ഈ ടെക്നിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇങ്ങനെയുള്ള ഇൻകൺസിസ്റ്റൻസീസ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അതായത് ബേസിക്കലി നമ്മൾ ജെമിനിയോട് പറയുന്നത് ഇത്രേ ഉള്ളൂ, എനിക്ക് ഈ പറഞ്ഞ അവതാർ എല്ലാ സ്ഥലത്തും ഒരേപോലെ വരണം, അതിനനുസരിച്ച് വേണം നീ കോഡ് എഴുതാൻ. അതിനനുസരിച്ച് ഇവനും ഡിസിഷൻസ് എടുത്തു. ഇവിടെ സേവ് ചെയ്താൽ മതി ഡിസിഷൻസ്. ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മൾ കൂടുതലായിട്ട് ഇതൊരു പ്രത്യേക ഫംഗ്ഷൻ ആയിട്ട് എഴുതണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല.
ഓക്കെ, അങ്ങനെ അവസാനത്തെ ഇതിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ അടുത്ത പ്രോംപ്റ്റുകൾ കൊടുത്തു. ജെമിനി എടുത്ത് പറഞ്ഞു ഇത് എനിക്ക് ഇങ്ങനെ പോരാ. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഇവിടെ എല്ലായിടത്തും റെഡ് ആണ്, ആക്ഷൻ കളേഴ്സ് ആണ് ഉപയോഗിച്ചത്. പക്ഷെ ലുക്ക് അറ്റ് ദി UI ഭയങ്കരമായിട്ട് നമുക്ക് റെഡ് കൂടുതലാണ്. അതെ അതെ അല്ലെ, എടുത്ത് കാണിക്കുന്നു. പല സാധനങ്ങളും നമുക്ക് കണ്ണ് പോകുന്നത് നേരെ ആ റെഡിലേക്കാണ്. അതിന് പകരം നമ്മൾ പ്രോംപ്റ്റ് കൊടുത്ത് എനിക്ക് അങ്ങനെ ഫുൾ ടൈം റെഡ് വേണ്ട, എനിക്ക് എന്ത് വേണം, എനിക്ക് ഈ ഒരു സ്റ്റാറ്റസിന്റെ അവിടെ ബ്ലൂ മതി, അല്ലെങ്കിൽ വേറെ കളർ മതി. നീ എന്ത് ചെയ്യണം, എനിക്ക് അവിടെ ഒരു ചെറിയ ഗ്രേഡിയന്റ് പോലെ സട്ടിൽ ആയിട്ടുള്ള ഒരു ഗ്രേഡിയന്റ് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അപ്പൊ അതിനനുസരിച്ച് UI മാറ്റി. അപ്പൊ കുറച്ച് കണ്ടോ, മൊത്തത്തിൽ ഒരു UI ഓവർ വൈബ്രന്റ് ആയിട്ടില്ല, കുറച്ച് സട്ടിൽ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ചെറിയ ചെറിയ ഡിസിഷൻസ് പോലും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ചെറിയ കമ്പോണന്റ് ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇതിന്റെ അകത്ത് നമ്മൾ ഈ ഫിൽറ്റർ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഈ ഫിൽറ്ററിന്റെ അകത്ത് എന്താ പറഞ്ഞിട്ടുണ്ട്, മോസ്റ്റ് ലൈക്ക്ഡ്, മോസ്റ്റ് റിയാക്റ്റഡ്, ഓക്കെ, മോസ്റ്റ് കമന്റഡ് ഒക്കെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഫിൽറ്റർ സോർട്ട് ചെയ്യാൻ വേണ്ടി. അതിന്റെ കൂടുതൽ മൈ ഐഡിയ എന്ന് പറഞ്ഞൊരു സാധനം കൂടെ കൊണ്ടിട്ടുണ്ട്. അത് ശരിക്കും സോർട്ട് അല്ല, അത് ശരിക്കും ഒരു ഇൻഡിവിജ്വൽ ഫിൽറ്റർ ആണ്. ഇത് രണ്ടും രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ എന്റെ ഐഡിയക്ക് ഏറ്റവും കൂടുതൽ കമന്റ് കിട്ടിയതെന്ന് എനിക്കറിയണം. രണ്ടും സെലക്ടഡ് ആയിട്ട് വരാം, രണ്ടും വരാം. അപ്പൊ ആ ഒരു ഇൻഡിവിജ്വൽ കമ്പോണന്റിനെ നമുക്ക് എന്ത് ചെയ്യണം, പുറത്ത് പ്ലേസ് ചെയ്യണം. മാത്രമല്ല അതിന്റെ ആ UI വെച്ച് തന്നെ അത് മനസ്സിലാവണം, ഇത് രണ്ടും രണ്ട് സാധനമാണ്. രണ്ട് കളർ കൊടുത്തു, അതിന്റെ UI മൊത്തത്തിൽ തന്നെ നമ്മൾ മാറ്റി. ടോഗിൾ പോലെ വെച്ചു. കണ്ടോ, അപ്പൊ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ടോഗിൾ വെക്കണം നമ്മൾ പറഞ്ഞാണ്, ഈ ഫിൽറ്റർ സോർട്ടുകൾ ഇവിടെ വെക്കണം എന്ന് പറഞ്ഞാണ്, ഇതിന്റെ ഇടയ്ക്ക് ഒരു ലൈൻ ഇടണമെന്ന് നമ്മൾ പറഞ്ഞാണ്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഇതൊരു സിംഗിൾ കമ്പോണന്റിനെ വരെ നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുത്ത് AI പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. മനസ്സിലായോ? നേരത്തെ നമ്മൾ PRD വെച്ചിട്ട് ഉണ്ടാക്കിയ സാധനത്തിൽ ഈ പരിപാടി നടക്കില്ല. ഇപ്പൊ നമ്മൾ എല്ലാം ഇൻഡിവിജ്വൽ കമ്പോണന്റ് ആയിട്ടാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് പറയാം ഈ പെർട്ടിക്കുലർ കമ്പോണന്റ് മാത്രം എനിക്ക് ഇങ്ങനെ ചെയ്തു തരണം. മനസ്സിലായോ? അപ്പൊ ഇൻഡിവിജ്വലി ഓരോ കമ്പോണന്റിനും നമുക്ക് പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ഇന്ന കമ്പോണന്റ് മാത്രം മാറ്റണം. അതായത് നിങ്ങൾ പറഞ്ഞത് ഈ ഫിൽറ്റേഴ്സ്, ഈ 3 ഫിൽറ്റേഴ്സ് മാത്രം സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിൽക്കണം. അപ്പുറത്തെ സൈഡിൽ എനിക്ക് മറ്റത് ടോഗിൾ ആയിട്ട് വരണം. ഇതിന് നടുക്ക് ഒരു സെപ്പറേഷൻ ആയിട്ട് ഒരു ലൈനും വരണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ ആ ഒരു പ്രധാനപ്പെട്ട കാര്യം വേറെ എവിടെയോ ഒരു ചേഞ്ച് വന്നിട്ടില്ല. ഞാനത് നോക്കിയത് ഒരു ഭയങ്കര വൃത്തിക്ക് സാധനം ചെയ്തു തന്നിട്ടുണ്ട്. അത് നമ്മള് ഒരു കാര്യമുണ്ട്, ഇത് നമ്മൾ ഒരു ദിവസം കൊണ്ട് പ്രോംപ്റ്റ് ചെയ്യാൻ പഠിച്ചതല്ല, നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടാണ് പ്രോംപ്റ്റ് ചെയ്യാൻ പഠിച്ചത്. പക്ഷെ അങ്ങനെ പ്രോംപ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത് എന്താന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറ്റുന്ന വെച്ചാൽ ഇപ്പൊ ഇവിടെ ലൈക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു എനിക്ക് ലൈക്ക് മാത്രം പോരാ, നമുക്ക് മൾട്ടിപ്പിൾ റിയാക്ഷൻസ് ഇടാൻ പറ്റണം. അതായത് ലൈക്കും കമന്റും ഉണ്ട്. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ റിയാക്ഷൻ ഇടാൻ പറ്റണം. അതായത് എനിക്ക് ലൈക്ക് ചെയ്യാൻ പറ്റണം, എനിക്ക് പ്രോഡക്റ്റ് ഐഡിയ നല്ലതാണെന്ന് പറയാൻ പറ്റണം, ബ്രൈറ്റ് ഐഡിയ ആണെന്ന് പറയാൻ പറ്റണം. അങ്ങനെ മൾട്ടിപ്പിൾ റിയാക്ഷൻസ് ഞാൻ മൾട്ടിപ്പിൾ റിയാക്ഷൻ ആണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ റിയാക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് AI ആണ് ഫിഗർ ഔട്ട് ചെയ്തത്. അതായത് ഈ ഒരു ഐഡിയക്ക് അനുസരിച്ച് എന്തൊക്കെ അവിടെ വരാം എന്ന് ഫിഗർ ഔട്ട് ചെയ്തത് AI ആണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് അങ്ങനെയുള്ള ഒരു പോർഷൻ കിട്ടിയാൽ അത് നമുക്ക് വ്യൂ ചെയ്യാനും പറ്റണം, ആരൊക്കെ എന്തൊക്കെ കമന്റ്സ് ആണ്. അപ്പൊ അതിന്റെ UI ഓൻ ഉണ്ടാക്കി തന്നു. നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ ആ വ്യൂ ഉള്ള സാധനം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. മൊത്തത്തിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ആരൊക്കെയാണ് ലൈക്ക് ചെയ്തിരിക്കുന്നത്, ആരൊക്കെയാണ് ഗുഡ് ഐഡിയ പറഞ്ഞിരിക്കുന്നത് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കിട്ടും. ഓക്കെ, അത് പോപ്പപ്പ് ആയിട്ടാണ് വന്നത്. അത് പോപ്പപ്പ് ആയിട്ടാണ് വരേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്തത് AI ആണ്. ഓക്കെ, ഇനി നോക്ക്, നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ഓക്കെ, നമ്മൾ എത്തി നിൽക്കുന്നത് ഇവിടെയാണ്. സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മാറ്റം വിത്തിൻ ഷോർട്ട് ടൈം. ഓക്കെ, പ്രോംപ്റ്റ് കൊടുത്ത് മാത്രം നമ്മൾ എവിടെയും കോഡ് എഴുതിയിട്ടില്ല. നമ്മൾ എവിടെയും ഒരു സിംഗിൾ ലൈൻ കോഡ് പോലും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ മൊത്തത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രോംപ്റ്റുകൾ മാത്രമാണ്. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഇത് ഇത്ര ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് 2 AI നമ്മൾ എന്ത് ചെയ്തു, കൊളാബ് ചെയ്യിപ്പിച്ചു. നമ്മൾ ജെമിനിയുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ഇതൊക്കെയാണ് വേണ്ടത്, നീ അതിനുള്ള പ്രോംപ്റ്റ് തരിക. അതിനെ എടുത്ത് നമ്മൾ AI സ്റ്റുഡിയോ എന്ന് പറയുന്ന UI ജനറേറ്റ് ചെയ്യുന്ന എടുത്ത് കൊണ്ടിടുക. അവിടുന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിനെ
നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തിരിച്ച് ചെക്ക് ചെയ്യാം. ക്രോസ് ചെയ്യുക, ഇത് തന്നെയാണോ നീ പറഞ്ഞത്, ഓക്കെ, എന്നിട്ട് അതിനകത്തുള്ള ഇമ്പ്രൂവ്മെന്റ് വീണ്ടും പറയാം. ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ലെവലിലേക്ക് ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയിലൂടെ നമ്മൾ നമ്മുടെ UI ഈ ലെവലിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത് വളരെ വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് ഈ പറഞ്ഞ പോലെ വലിയ ടെക്നിക്കൽ നോളജ് ഒന്നും ആവശ്യമില്ല, പക്ഷെ കുറച്ചൊരു കോമൺ സെൻസും കാര്യങ്ങളൊക്കെ വേണം, ഒരു ബേസിക് ഐഡിയ വേണം. എങ്ങനെയാണ് ബേസിക് ഐഡിയ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇതേ തന്നെ നമുക്ക് പഠിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബേസിക് ഐഡിയ ഇല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ബേസിക് ഐഡിയ എന്താണെന്ന് എടുത്ത് ചോദിച്ചാൽ അത് തന്നെ പറഞ്ഞു തരും. ഇത് ഇങ്ങനെയുള്ള ഒരു റിയാക്ട് ആപ്ലിക്കേഷൻ ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫ്രെയിം വർക്ക് കൊണ്ടുണ്ട് മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് റിയാക്ട് ആണ് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് പറഞ്ഞു തരും. അതിനനുസരിച്ച് നമുക്ക് തീർച്ചയായിട്ടും. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മളുടെ ഈ കാണുന്ന ആപ്ലിക്കേഷൻ നമ്മൾ കുറച്ച് മൊബൈൽ ഫ്രണ്ട്ലി ആക്കണം. ഓൾറെഡി റെസ്പോൺസീവ് ആയിരുന്നു, പക്ഷെ അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിനനുസരിച്ചുള്ള UI ആയിരിക്കില്ല പെർഹാപ്സ്. അത് നമ്മൾ കുറച്ചുകൂടെ മൊബൈൽ ഫ്രണ്ട്ലി ആക്കാനാണ് നമ്മൾ അടുത്ത എപ്പിസോഡ് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു. നമുക്ക് നോക്കാം.